ഒടുവിൽ കുടുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ രാഹുലിനായുള്ള പോലീസ് നീക്കം പഴുതടച്ച് രഹസ്യമായി SIT കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത് രാഹുലിന്റെ ലൈംഗിക വൈകൃതം തുറന്നുകാട്ടുന്ന റിമാൻഡ് റിപ്പോർട്ട്. ഒന്നിൽ പിഴച്ചാൽ 3. ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസിൽ പോലീസിനെയും ജനങ്ങളെയും കബളിപ്പിച്ചു. കോടതി സഹായത്തിൽ വീണ്ടും പൊതുസമൂഹത്തിനിടയിൽ ജാള്യതയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി കിട്ടിയപ്പോൾ ഇത്തവണ പാളരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു പോലീസ്. ഇമെയിൽ മുഖേന ലഭിച്ച പരാതിയിൽ രഹസ്യമായി പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. FIR രഹസ്യമാക്കി വെച്ചു. രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. അർദ്ധരാത്രി 12:30 പാലക്കാട് സ്വകാര്യ ഹോട്ടലിലെ മുറിയിൽ നിന്ന് രാഹുലിനെ പൊക്കി. വാർത്ത പുറത്തറിഞ്ഞത് പിന്നെയും മണിക്കൂറുകൾക്ക് ശേഷം. പുലർച്ചെ 5:15 രാഹുലുമായി SIT സംഘം പത്തനംതിട്ട AR ക്യാമ്പിൽ. 7:30 അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലിൽ നിസ്സഹകരണം. തനിക്ക് പറയാനുള്ളത് അഭിഭാഷകൻ കോടതിയിൽ പറയുമെന്ന മറുപടി. രാഹുലിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണിന്റെ പാസ്വേഡ് ചോദിച്ചിട്ടും പറയാൻ തയ്യാറായില്ല. ഡിജിറ്റൽ തെളിവുകളും ഗർഭചിത്രത്തിന്റെ മെഡിക്കൽ രേഖകളും മുന്നിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. മൗനം മാത്രമായിരുന്നു പല ചോദ്യങ്ങൾക്കും മറുപടി. ആരോഗ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തിച്ചു. യുവമോർച്ച DYFI സംഘടനകളുടെ വലിയ പ്രതിഷേധം ആശുപത്രിയിൽ. DNA പരിശോധനയ്ക്കുള്ള രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും പൊട്ടൻസി മെഡിക്കൽ പരിശോധന നടത്തുകയും ചെയ്തു. കോടതി അവധി ദിവസമായതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ രാഹുലിനെ ഹാജരാക്കി. അന്വേഷണ സംഘം സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുലിന്റെ ലൈംഗിക വൈകൃതം വ്യക്തമാക്കുന്ന ഗുരുതര പരാമർശങ്ങൾ. സമൂഹമാധ്യമം വഴിയാണ് പരാതിക്കാരിയെ പരിചയപ്പെട്ടത്. 8/4/2024 യുവതിയെ കൊണ്ട് തിരുവല്ലയിലെ ഹോട്ടലിൽ റൂം എടുപ്പിച്ചു. റൂമിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. മുഖത്തടിക്കുകയും കുത്തുകയും ചെയ്തു. അതിജീവിതമാരെ സോഷ്യൽ ബുള്ളിയിങ് നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നിരവധി വീട്ടമ്മമാരെയും യുവതികളെയും പ്രതി വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശങ്ങൾ. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചു. ഒടുവിൽ രാഹുൽ ജയിലിലേക്ക്. മാവേലിക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയും പ്രതിഷേധങ്ങൾ തുടർന്നു. ഷാഫി പറമ്പിലിനെയും ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഒത്തുകളിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെയായിട്ട് MLA സ്ഥാനം രാജിവെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഇത് UDF ഇന്ന് VD സതീശൻ പറഞ്ഞു അദ്ദേഹം കോൺഗ്രസ് UDFകാരനല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് സമരം നടത്തിയില്ല? ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കുന്നിടം വരെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ശക്തമായ സമരം ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളമെമ്പാടും ഉണ്ടാവുന്നുള്ള മുന്നറിയിപ്പാണ് നടക്കുന്നത്. വിവാഹം നടക്കണമെങ്കിൽ കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് ഗർഭം ധരിപ്പിക്കുകയും പിന്നീട് ഗർഭഛിദ്രം നടത്തുകയും ചെയ്യുന്ന മുൻകേസുകളിലെ സമാന സ്വഭാവം മൂന്നാമത്തെ പരാതിയിലുമുണ്ട്. ഗർഭഛിദ്രം നടത്തിയതിന്റെ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തുടർ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തും. ജനം, പത്തനംതിട്ട.